വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവനാ. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന ഓരോ വ്യക്തിയെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അങ്ങയുടെ വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അങ്ങയുടെ വചനം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ചൈതന്യവും ഞങ്ങളിൽ നിറയട്ടെ. ഒപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ തമ്പുരാനെ കരുണ വർഷിക്കണമേ. ഓരോ വചനവും ഞങ്ങൾക്ക് അഭിഷേകമായി അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറ കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുള്ള ശ്രവിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണിത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് തമ്പുരാൻ പറയുന്ന വചനഭാഗം. അതിൻ്റെ ഏറ്റവും അവസാനം ശ്രവിച്ച വചനം പ്രത്യേകമായി നമുക്ക് സ്വീകരിക്കാം. മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 16-ാം തിരുവചനം. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കണം. നമ്മുടെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ തന്നെ 10-ാം അധ്യായത്തിൽ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 32-ഉം 33-ഉം തിരുവചനങ്ങൾ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. പ്രകാശത്തിൽ, വെളിച്ചത്തിൽ യേശുവിന് സാക്ഷ്യം നൽകുന്ന വ്യക്തികളായി നാം ഓരോരുത്തരും മാറണം. യോഹന്നാൻ അറിയിച്ച സുവിശേഷം വായിക്കുമ്പോൾ ഒരുപാട് പ്രതീകങ്ങളിലൂടെയാണ് അവിടെ സുവിശേഷകൻ സംസാരിക്കുക. രാത്രി, പകൽ, അതുപോലെ നന്മ, തിന്മ, അങ്ങനെ പല പ്രതീകങ്ങളിലൂടെയും യോഹന്നാൻ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് അന്ധകാരം അല്ലെങ്കിൽ രാത്രി എന്നുള്ളത്. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അത് കൃത്യമായി നാം അവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗം. ആ വചനഭാഗത്തിൻ്റെ തലക്കെട്ടു തന്നെ ഇപ്രകാരമാണ്: യേശുവും നിക്കോദേമോസും. ഈ നിക്കോദേമോസ് എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് തമ്പുരാൻ നടത്തുന്ന സംഭാഷണമാണ് പ്രധാനമായിട്ടും ആ 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുക. ഫരിസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു: റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, യേശുവിനെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. യേശുവിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്
ഇദ്ദേഹം. പക്ഷേ യോഹന്നാൻ ശ്ലീഹ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ആ മനുഷ്യൻ യേശുവിനെ സമീപിച്ചത് രാത്രിയിലാണ്, അന്ധകാരത്തിലാണ്. കാരണം പകൽ തമ്പുരാൻ്റെ അടുക്കിലേക്ക് വന്നാൽ മറ്റുള്ളവർ അത് കാണും. താൻ യേശുവുമായി സംസാരിക്കുന്നത്, താൻ യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്നത് മറ്റുള്ളവർ കണ്ടാൽ അത് തൻ്റെ ജീവന് പോലും അപകടമാണ് എന്നുള്ള ഒരു ചിന്ത ഈ മനുഷ്യന് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അയാൾ രാത്രിയിൽ തമ്പുരാൻ്റെ അടുക്കിലേക്ക് വരിക. തുടർന്ന് ആ വചനഭാഗം വായിക്കുമ്പോൾ നാം കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യേശു ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. 3-ാം അധ്യായം 3-ാം തിരുവചനം യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, പിന്നീട് 6-ാമത്തെ തിരുവചനം ഇതാണ്, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈ മനുഷ്യനോട് സംസാരിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭാഷണം? പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 3-ാം തിരുവചനം ഇതാണ്, യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ തൻ്റെ അരികിൽ വരാൻ മടിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ ഈ മനുഷ്യൻ വന്ന സമയത്തെക്കുറിച്ച് ചിന്തിച്ചാണ് യേശു ഇത് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാലേ വെളിച്ചത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ തമ്പുരാന് സാക്ഷ്യം നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകണം. ആത്മാവിനെ ലഭിക്കുമ്പോൾ മറ്റുള്ളവരുടെ എല്ലാം മുൻപിൽ നമ്മുടെ ജീവിതം പ്രകാശിക്കും. ആ ജീവിതം കണ്ട് നമ്മെ നോക്കുന്ന മനുഷ്യരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ നിക്കോദെമോസ് തന്നെ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 38 മുതലുള്ള വചനഭാഗം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്നു കണ്ട നിക്കോദെമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. പ്രിയമുള്ളവരെ, യേശുവിനെ സംസ്കരിക്കുന്ന മനുഷ്യൻ അത് നിക്കോദെമോസാണ്. യോഹന്നാൻ ശ്ലീഹ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആദ്യം യേശുവിനെ രാത്രിയിൽ ചെന്നു കണ്ട മനുഷ്യൻ. പക്ഷേ ഇതാ ഇപ്പോൾ ഈ മനുഷ്യൻ പകലാണ് യേശുവിൻ്റെ മൃതദേഹം ചോദിച്ച് പിലാത്തോസിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്, അല്ലെങ്കിൽ യേശുവിനെ സംസ്കരിക്കാനായിട്ട് കടന്നു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ അന്ധകാരത്തിൽ നിന്നും പുറത്തേക്ക് വരിക എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കണം. ഒരു പക്ഷേ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ വിശ്വാസം ജീവിക്കുന്നതാണ്, എത്രയോ വർഷമായിട്ട് യേശുവിൻ്റെ ശിഷ്യരായി കഴിയുന്നവരാണ്, അല്ലെങ്കിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, പകൽ തമ്പുരാനെ ഏറ്റുപറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്ന് ഒരു വാക്ക് സംസാരിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? തമ്പുരാൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷത്തിൽ പലയിടങ്ങളിലും ഈ രാത്രിയെക്കുറിച്ചുള്ള സൂചനയുണ്ട്. വീണ്ടും 13-ാമത്തെ അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം കാണും. യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. അത് യൂദാസിനെ കുറിച്ച് പറയുന്ന വചനഭാഗമാണ്. യേശു അപ്പം മുറിച്ച് അത് ശിഷ്യന്മാർക്ക് എല്ലാവർക്കും നൽകി. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ അത് രാത്രിയായിരുന്നു. യൂദാസിൻ്റെ ജീവിതം നമുക്കറിയാം, എതിർ സാക്ഷ്യമായി തീർന്ന ഒരു ജീവിതമാണ്. ഈ അപ്പക്കഷ്ണം സ്വീകരിച്ചപ്പോൾ
അവൻ്റെ ഉള്ളിലേക്ക് ദൈവസാന്നിധ്യമല്ല കടന്നു വരുന്നത്, മറിച്ച് പിശാചാണ്, തിന്മയുടെ ശക്തിയാണ് ആ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുവിനെ ഒറ്റുകൊടുത്ത, യേശുവിനെ തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയാണല്ലോ ഈ യൂദാസ്. അദ്ദേഹം ഈ അപ്പക്കഷ്ണം സ്വീകരിച്ച് പുറത്തേക്ക് പോയത് രാത്രിയിലാണ്. വീണ്ടും യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 21-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെല്ലാവരും യേശുവിൻ്റെ മരണശേഷം മീൻ പിടിക്കാൻ പോകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസിൻ്റെ നേതൃത്വത്തിൽ അവർ കടലിൽ വല വീശാൻ പോവുകയാണ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അതും രാത്രിയിലാണ്. കടലിനെ അറിയുന്ന, തിരമാലകളെ പരിചയമുള്ള മുക്കുവന്മാരായിരുന്ന ഈ മനുഷ്യരെക്കുറിച്ചാണ് അവിടെ വചനം പറയുക. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒരു മത്സ്യം പോലും ലഭിച്ചില്ല. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ അന്ധകാരത്തിൽ കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം നഷ്ടപ്പെടുന്നവരായിട്ട് നമ്മൾ മാറും. മറിച്ച് വചനം നമ്മോട് പറയുന്നത് പോലെ, തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കണം. അതുകൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തണം. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, 12-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗം, അത് ബഥാനിയായിലെ തൈലാഭിഷേകമാണ്. മരിച്ചവരിൽ നിന്ന് താൻ ഉയിർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുൻപ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. പിന്നീട് എന്താണ് അവിടെ സംഭവിക്കുക? മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. പ്രിയമുള്ളവരെ, മറിയം ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ പറയുക. യേശു പിന്നീട് പറയുന്നുണ്ട്, എൻ്റെ സംസ്കാരത്തിന് ഒരുക്കമായാണ് അവൾ ഇത് ചെയ്തത്, എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവൾ ഇത് ചെയ്തത്. അതെന്തുമാകട്ടെ സ്നേഹമുള്ളവരെ, ഈ മറിയം ചെയ്യുന്ന പ്രവൃത്തി അതെത്രയോ വലുതാണ്. ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഈ മറിയം ചെയ്യുന്ന പ്രവൃത്തി കാണുന്നുണ്ട്. ഒരു പക്ഷേ അവൾ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ പലരുമുണ്ട്. യൂദാസ് അടക്കം പലരും ഇത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അവൾ പിന്മാറിയില്ല. ഈ മനുഷ്യരുടെ എല്ലാം മുൻപിൽ വെച്ച് യേശുവിനോട് തനിക്കുണ്ടായിരുന്ന സ്നേഹം അവൾ പ്രകടിപ്പിച്ചു. അതായത് പകൽ വെളിച്ചത്തിൽ യേശുവിന് ആ സ്ത്രീ സാക്ഷ്യം നൽകുകയാണ്. ഇത് തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കണം. പകൽ വെളിച്ചത്തിൽ തമ്പുരാനെ ഏറ്റുപറയുന്ന, എത്ര പേരുടെ മുൻപിലും ദൈവത്തെ ഏറ്റുപറയുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം. അപ്പസ്തോലന്മാരുടെ ജീവിതം അത് തന്നെയാണല്ലോ നമ്മോട് പറയുന്നത്. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അപ്പസ്തോലന്മാരെല്ലാവരും കതകടച്ച് ഒരു മുറിയിലിരിക്കുന്നതാണ്. 20-ാം അധ്യായം 19 മുതലുള്ള വചനഭാഗം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ ശിഷ്യന്മാർ കതകടച്ചാണ് ഇരിക്കുക. അതായത് വെളിച്ചമില്ലാത്ത ഒരവസ്ഥയിലാണ്. അതുകൂടാതെ ഇപ്രകാരം പറയുന്നു, അത് സായാഹ്നമായിരുന്നു, വൈകുന്നേരമായിരുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായം പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും. അവർ യാത്ര തുടർന്നു. യേശു അവരുടെ ഒപ്പം യാത്ര ചെയ്തു. പക്ഷേ തമ്പുരാനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അതായത് അന്ധകാരത്തിലൂടെയാണ് അവർ നടന്നു നീങ്ങുന്നത്. അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുമുണ്ടല്ലോ, നേരം സന്ധ്യയായി, പകൽ അസ്തമിക്കാറായി, അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം വസിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെയും അപ്പസ്തോലന്മാർ കഴിയുന്നത് അന്ധകാരത്തിലാണ്. അതൊരു സായാഹ്നമായിരുന്നു. യേശു അവിടേക്ക് വന്ന് അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. രണ്ടാമത് പറയുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അതായത് സാക്ഷ്യം നൽകാൻ മടിയുണ്ടെങ്കിൽ, പുറത്തേക്ക് പോയി യേശുവിനെക്കുറിച്ച് പറയാൻ മടിയുണ്ടെങ്കിൽ, ഇതാ ആത്മാവിനെ സ്വീകരിക്കുവിൻ. അതാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ
2-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഈ ശിഷ്യന്മാരെല്ലാവരും പുറത്തു പോയി ദൈവവചനം പ്രഘോഷിക്കുകയാണ്. യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയാണ്. എത്രയോ അധികം ആളുകളാണത് കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, എത്രയോ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 2-ാം അധ്യായം 7 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ ഇപ്രകാരം വായിക്കും. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? എന്നിട്ട് കുറേ അധികം സ്ഥലങ്ങളുടെ പേരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം വന്നു ചേർന്നിട്ടുള്ള മനുഷ്യരാണ് ഇവർ ഓരോരുത്തരും. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, പല രീതിയിലുള്ളവർ, പല സംസ്കാരമുള്ളവർ, അവരെല്ലാവരും യേശുവിനെക്കുറിച്ച് ഇവർ പറയുന്നത് തങ്ങളുടെ തന്നെ ഭാഷയിൽ ശ്രവിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. തമ്പുരാന് സാക്ഷ്യം നൽകാൻ മടിച്ച മനുഷ്യരെ ആത്മാവ് ശക്തിപ്പെടുത്തുന്ന അത്ഭുതകരമായൊരു കാഴ്ചയാണ് നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കണം. ഈ ലോകത്ത് തമ്പുരാനെ അറിയാത്ത എത്രയോ മനുഷ്യരുണ്ട്. നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ തന്നെ മറ്റാരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ധ്യാനം കൂടാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ അവർ യേശുവിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. എന്തെങ്കിലും രോഗം വരുമ്പോൾ, കടബാധ്യത ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആരെങ്കിലും അവരോട് പറയും, താബോറിൽ പോയി ഒരു ധ്യാനം കൂടുക. ഉടനെ അവരിവിടേക്ക് വരികയാണ്. തങ്ങളുടെ ഈ വേദന മാറും, തങ്ങളുടെ ഈ പ്രതിസന്ധി മാറും, തകർച്ചകൾ നീങ്ങിപ്പോകും. അതാണ് അവരുടെ വിശ്വാസം. ഇങ്ങനെ ദൈവത്തെ അറിയാത്ത, അല്ലെങ്കിൽ ഇതുവരെ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട്. പക്ഷേ വർഷങ്ങളായിട്ട് നമ്മുടെ വിശ്വാസം ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മിൽ പലരും. യേശുവിനെ അറിഞ്ഞ വ്യക്തികളാണ് നമ്മിൽ പലരും. നമ്മളും യേശുവിനെ അറിയാത്തവരും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകണം. ആ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കുടുംബത്തിലെ വെളിച്ചമാണ്, പ്രകാശമാണ്. മറ്റുള്ളവർക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റണം, ഇവർ ജീവിക്കുന്നത് അന്ധകാരത്തിലല്ല, മറിച്ച് പ്രകാശത്തിലാണ്. അങ്ങനെ യേശുവിനെ സ്നേഹിക്കുന്ന മനുഷ്യരായിട്ട് എല്ലാവരും മാറണം. ഈ അടുത്തിടെ ഒരു കർദിനാൾ എഴുതിയ പുസ്തകം വായിക്കാനിടയായി. ന്യൂയോർക്കിലെ ആർച്ച് ബിഷപ്പായ തിമോത്തി എൻ ഡോളൻ എന്ന് പറയുന്ന പിതാവ്, പ്രീസ് ഫോർ തേർഡ് മില്ലേനിയം എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട്. അതിൽ തൻ്റെ തന്നെ ഒരു അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു അനുഭവം. ഒരു ദുഃഖവെള്ളിയാഴ്ച അദ്ദേഹം മദർ തെരേസ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ശുശ്രൂഷകൾ നടത്തുകയാണ്. ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും അവസാനം അവർ ഓരോരുത്തരായി വന്ന് ക്രൂശിത രൂപം ചുംബിക്കുകയാണ്. എല്ലാവരും ചുംബിച്ചു കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് പിതാവിനോട് പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെയുള്ള കിടപ്പ് രോഗികളുടെ അടുക്കിലേക്ക് പോകണം. പിതാവ് ഈ ക്രൂശിത രൂപവുമായി അവരുടെ അടുക്കിലേക്ക് ചെന്നു. അതിലൊരു മനുഷ്യൻ പിതാവിനെ അകലെ നിന്ന് തന്നെ കൈകാട്ടി വിളിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ അടുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ മനുഷ്യൻ ഉറക്കെ എന്തൊക്കെയോ പറഞ്ഞ് പിതാവിനെ വിളിക്കുകയാണ്. പിതാവ് ആ മനുഷ്യനെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റേഴ്സ് പിതാവിനെ ഒന്ന് തടഞ്ഞു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ആ മനുഷ്യൻ ഒരുപാട് അസ്വസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നവരെല്ലാം അദ്ദേഹം പലപ്പോഴും ആക്രമിക്കും. സിസ്റ്റേഴ്സിന് തന്നെ അങ്ങനെയുള്ള അനുഭവങ്ങൾ പലവട്ടം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഒരു എയ്ഡ്സ് രോഗിയാണ്. ആ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നവരെ കടിക്കുന്ന ഒരു ശീലം ആ മനുഷ്യനുണ്ട്. നമുക്കറിയാം, എയ്ഡ്സ് ഉള്ളവർ മറ്റുള്ളവരെ കടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. ആ രോഗം പകരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ സിസ്റ്റേഴ്സ് പിതാവിനെ തടഞ്ഞു. എന്നാൽ പിതാവിൻ്റെ കരങ്ങളിലിരിക്കുന്നത് ക്രൂശിതനായ ഈശോയാണ്. അതോർത്തിട്ട് പിതാവ് പതിയെ ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെന്നു. അത്യാവശ്യം ഒരു മുൻകരുതലോടെ ഈ മനുഷ്യൻ്റെ നേരെ യേശുവിനെ നീട്ടി. പ്രിയമുള്ളവരെ, ഇദ്ദേഹം ചെയ്തത് ഇതാണ്. ഈ മനുഷ്യൻ പിതാവിൻ്റെ കരങ്ങളിൽ നിന്നും ആ ക്രൂശിത രൂപം മേടിച്ച് ഒരുപാട് കൊതിയോടെ പല ആവർത്തി യേശുവിൻ്റെ മുഖത്ത് ചുംബിച്ചു. എന്നിട്ട് അത് പിതാവിന് തിരികെ നൽകി. അങ്ങനെ അന്നത്തെ ദിവസം, അന്നത്തെ ശുശ്രൂഷകൾ അവസാനിച്ചു. എന്നിട്ട് ഈ പിതാവ് കുറിക്കുകയാണ്, തൊട്ടടുത്ത ദുഃഖശനിയാഴ്ച ഈ മനുഷ്യൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, എന്നെ കാണണം, എനിക്ക് ആ പിതാവിനെ കാണണം. അത് കേട്ട് അതറിഞ്ഞ് ഞാൻ വീണ്ടും ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മാമോദീസ സ്വീകരിക്കണം. ഉടനെ പിതാവ് ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ മാമോദീസ സ്വീകരിക്കണം എന്ന് പറയുന്നത്? ആ മനുഷ്യൻ കൊടുത്ത മറുപടി ഇതാണ്, ഇവിടെയുള്ള സിസ്റ്റേഴ്സ് എല്ലാ ദിവസവും എന്നെ ശുശ്രൂഷിക്കുന്നു,
ഇതുപോലെ പല രോഗങ്ങളുള്ള പല മനുഷ്യരെയും ശുശ്രൂഷിക്കുന്നു. എന്നിട്ടും അവരുടെ ഒന്നും മുഖത്ത് അല്പം പോലും നിരാശയോ ദുഃഖഭാരമോ ഒന്നുമില്ല. അവരെല്ലാം ഒരു പുഞ്ചിരിയോടെയാണ് തങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. എൻ്റെ അടുക്കിലേക്ക് വരുന്ന സിസ്റ്റേഴ്സിൽ ഒരാൾ പോലും ദുഃഖത്തോടെ കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. മറിച്ച് അവരുടെ എല്ലാം മുഖത്ത് ഒരു ദൈവിക ചൈതന്യമുണ്ട്, ഒരു പ്രകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാമോദീസ സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, എത്രയോ വലിയ ഒരു അനുഭവമാണ്. ഈ സിസ്റ്റേഴ്സിൻ്റെ ജീവിതം കണ്ടിട്ടാണ് ഈ മനുഷ്യൻ പറയുന്നത്, എനിക്ക് മാമോദീസ സ്വീകരിക്കണം. ആ പുസ്തകത്തിൽ കുറിക്കുന്നുണ്ട്, അതിനു മുൻപ് യേശുവിനെക്കുറിച്ച് ഒരു പക്ഷേ വലിയ അറിവൊന്നുമില്ലാതിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇവരുടെ ജീവിതമാണ് ഈ മനുഷ്യനിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത നൽകുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അതുകൊണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, അന്ധകാരത്തിലാണോ കഴിയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെയെങ്കിൽ വെളിച്ചത്തിലേക്ക് വരേണ്ട സമയമായി. നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തിജീവിതം എല്ലാം കണ്ട് മറ്റുള്ളവർ ദൈവത്തെ അറിയട്ടെ. സഭ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ഒരുപാട് തെളിവുകളുണ്ട്. ശൂന്യമായ കല്ലറ, തിരുക്കച്ച, അതെല്ലാം അതിനുള്ള തെളിവുകളാണ്. പക്ഷേ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് അത് നമ്മൾ ധ്യാനിച്ച അപ്പസ്തോലന്മാരുടെ ജീവിതമാണ്. ഒരു മുറിയിൽ കതകടച്ച് കഴിഞ്ഞിരുന്ന, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന അപ്പസ്തോലന്മാർ പുറത്തേക്കിറങ്ങി യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. അത് കണ്ടിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾ യേശുവിൽ വിശ്വസിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കണം. നമ്മളെല്ലാം ഈ ലോകത്തിൻ്റെ ആയി തീരേണ്ടവരാണ്. ആ പ്രകാശം മറ്റുള്ളവരുടെ മുൻപിൽ ജ്വലിച്ചു നിൽക്കട്ടെ. ആമേൻ.